ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ അഗെയിൻ. നമ്മൾ ISO 9001 വേരിയസ് ക്ലോസസിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 4ാമത്തെ ക്ലോസ് കഴിഞ്ഞു. 5th ക്ലോസ് എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പ്. ഈ ലീഡർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്ന മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഓരോ പ്രോസസ്സിൻ്റെ ആണെങ്കിൽ ആ പ്രോസസ് ഓണർ എന്ന് പറയുക, അതായത് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെയുള്ള ആ ലീഡർഷിപ്പ്, അവരുടെ കമ്മിറ്റ്മെൻറ്റ്സ്, അവരുടെ ആക്ടിവിറ്റീസ്, അവരുടെ ലീഡർഷിപ്പ്, അവർ എങ്ങനെയാണ് അവരുടെ ഓർഗനൈസേഷനെ ലീഡ് ചെയ്യുന്നത്, അതിനുള്ള ഗൈഡ് ലൈൻസാണ് നോർമലി ഈ ക്ലോസ് 5 മെയിനായിട്ട് അതിലുള്ളത് കമ്മിറ്റ്മെൻ്റാണ്. ലീഡർഷിപ്പിൻ്റെ കമ്മിറ്റ്മെൻറ്റ്, അവർ അക്കൗണ്ടബിലിറ്റി വേണം. ഈ QMSന് ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ഹെഡാണ് അവർ. അപ്പോൾ അതിൻ്റെ അക്കൗണ്ടബിലിറ്റി വേണം. പിന്നെ ക്വാളിറ്റി പോളിസി ആൻഡ് ഒബ്ജക്റ്റീവ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. ക്വാളിറ്റി പോളിസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് നമ്മുടെ കമ്മിറ്റ്മെൻറ്റാണ്. അത് ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ടോട്ടൽ കമ്മിറ്റ്മെൻറ്റ് ഒരു ചെറിയൊരു പാരഗ്രാഫിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് ഈ ക്വാളിറ്റി പോളിസിയും ക്വാളിറ്റി ഒബ്ജക്റ്റീവ്സും. അത് ഉണ്ടാക്കണം. അതുണ്ടാക്കിയിട്ട് അത് വേരിയസ് ആംഗിളിനെ, അതിൻ്റെ ഇമ്പാർഷ്യാലിറ്റിയോ അല്ലെങ്കിൽ കോൺഫിഡൻഷ്യാലിറ്റിയോ കണ്ടിന്യൂവൽ ഇമ്പ്രൂവ്മെൻറ്റ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന കാര്യങ്ങളെല്ലാം അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കണം. ആ ക്വാളിറ്റി പോളിസി ഉണ്ടാക്കുക, ക്വാളിറ്റി ഒബ്ജക്റ്റീവ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം ഒരു പ്രോസസ്സ് അപ്രോച്ചിലായിരിക്കണം. അതായത് നമ്മൾ ഈ ടോട്ടൽ നമ്മുടെ ഓർഗനൈസേഷനെ വേരിയസ് പ്രോസസ്സായിട്ട് തിരിച്ചിരിക്കുകയാണ്. ആ ഓരോ പ്രോസസ്സിൻ്റെയും മുന്നിൽ കണ്ടുകൊണ്ട് ചില പ്രോസസ്സിന് വേണ്ടതാവില്ല, മറ്റു പ്രോസസ്സിന് വേണ്ടി വരിക. അപ്പോൾ ആ ഒരു പ്രോസസ്സ് അപ്രോച്ച് വേണം. പിന്നെ റിസ്ക് ബേസ്ഡ് തിങ്കിങ് ആയിരിക്കണം. റിസ്ക് ബേസ്ഡ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഓരോന്നിൻ്റെ റിസ്ക്, ഓരോ സാധനം ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനെ ഒരു കൺഫേം ആയില്ല, വേറെ രീതിയിൽ പോയി അത് ഒരു നോൺ കൺഫോമിറ്റി ആയാൽ തന്നെ അതിൻ്റെ റിസ്ക് എത്രത്തോളം ഉണ്ട് എന്ന് നോക്കിയിട്ടാണ് അതിനുള്ള ആക്ഷൻ എടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു റിസ്ക് ബേസ്ഡ് ഓരോ പ്രോസസ്സിൻ്റെയും അതിന് ഉൾക്കൊള്ളിച്ചിട്ടുള്ള റിസ്ക്കും ഓപ്പർച്യൂണിറ്റി അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം ഇവരുണ്ടാക്കുന്ന പോളിസി, അതിലുണ്ടെങ്കിൽ എങ്ങനെയാണോ അപ്രോച്ച് ചെയ്യുന്ന ഈ മാനേജ്മെൻറ്റ്, അതിനെക്കുറിച്ച് ഡിസിഷൻ എടുക്കാൻ. ബട്ട് ചെറിയ കാര്യത്തിന് ഒരു വലിയ ഡിസിഷൻ എടുത്തിട്ട് പൈസ ചിലവാക്കേണ്ട കാര്യമില്ല എന്നർത്ഥം. അപ്പോൾ ഓരോന്നിനെയും റേറ്റ് ചെയ്യുക, റിസ്ക് എത്രത്തോളം ഉണ്ട്, റേറ്റ് ദ റിസ്ക് ആൻഡ് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ദ റിസ്ക്, റേറ്റ് ദ റിസ്ക് ആൻഡ് ട്രീറ്റ് ദ റിസ്ക്. ആ രീതിയിലായിരിക്കണം പോകേണ്ടത്. അതാണ് റിസ്ക് ബേസ്ഡ് തിങ്കിങ്. അത് ഓരോ പ്രോസസ്സിലും ഓരോ സ്റ്റെപ്പിലും അത് വേണം. പിന്നെ പ്രൊവൈഡ് റിസോഴ്സസ്, അതും ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഡ്യൂട്ടിയാണ്. റിസോഴ്സസ് കൊടുത്തില്ലെങ്കിൽ ഇവരെങ്ങനെ വർക്ക് ചെയ്യും? ഓരോ ലേബേഴ്സിനും അവർക്ക് വേണ്ട റിസോഴ്സസ്, മാൻ പവർ ആയാലും അതിൻ്റെ എക്യുപ്മെൻറ്റ് സോർട്ട് ഓഫ് തിങ്സ് ആയാലും എന്തൊക്കെ റിസോഴ്സസ് വേണം, മണി, മെറ്റീരിയൽ, മാൻ പവർ, വാട്ട് എവർ ഇറ്റ് ഈസ്, ആ റിസോഴ്സസ് വേണ്ട രീതിയിൽ ഓരോ പ്രോസസ് ഓണർക്കും കൊടുക്കണം. ഓവറോൾ ഓർഗനൈസേഷൻ്റെ സ്മൂത്ത് ആയിട്ടുള്ള ഫംഗ്ഷൻ അത് ആവശ്യമാണ്. അതും ലീഡർഷിപ്പിൻ്റെ കമ്മിറ്റ്മെൻറ്റാണ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടെന്ന്, കമ്മ്യൂണിക്കേറ്റ് ദി ഇമ്പോർട്ടൻസ് ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് ദ ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം. ക്വാളിറ്റി മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഓരോരുത്തരെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ഈ ക്വാളിറ്റി പോളിസിയും ക്വാളിറ്റി ഒബ്ജക്റ്റീവ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. ഇതാണ് നമ്മുടെ ക്വാളിറ്റി പോളിസി, ഇതാണ് ക്വാളിറ്റി ഒബ്ജക്റ്റീവ് എന്ന്. അത് പ്രധാന സ്ഥലങ്ങളിലെല്ലാം ഡിസ്പ്ലേ ചെയ്തിരിക്കും വേണം. അത് നോട്ടീസ് ബോർഡിലോ അല്ലെങ്കിൽ ക്യാൻറ്റീനിലോ മെയിൻ ഓഫീസിലോ എല്ലാം ഈ ക്വാളിറ്റി പോളിസിയും ക്വാളിറ്റി ഒബ്ജക്റ്റീവും നിങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ടിന്യൂറ്റി ട്രെയിനിങ് സമയത്തും ഓറിയൻറ്റേഷൻ ട്രെയിനിങ് സമയത്തും അതിൻ്റെ അവയർനെസ് ആ എംപ്ലോയീസിന് കൊടുക്കും വേണം. എന്നാലും അത് അവർക്കത് മനസ്സിലാവുള്ളൂ. യെസ്, ദിസ് ഈസ് ദ പോളിസി ആൻഡ് ദിസ് ഈസ് ദ പ്രൊസീജിയർ, ദിസ് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് അവർ ഓർഗനൈസേഷൻ, വി ആർ കമ്മിറ്റഡ് ടു ഫോളോ ദാറ്റ് എന്ന് അവർക്ക് തോന്നണം. ഓക്കെ. ആൻഡ് കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് എന്താണ്, റെഗുലേറ്ററി ബോഡീസിൻ്റെ റിക്വയർമെൻറ്റ് എന്താണ്, ഇതും കൂടി മനസ്സിലാക്കണം. ലാർജർ ആ സൊസൈറ്റിയുടെ റിക്വയർമെൻറ്റ് എന്താണ്, ഇതും കൂടി നോക്കിയിട്ട് വേണം അവനവൻ്റെ പോളിസിയും പ്രൊസീജിയേഴ്സും മാനേജ്മെൻറ്റും ഒക്കെ തീരുമാനിക്കാൻ. ഇതും ടോപ്പ് മാനേജ്മെൻറ്റ് മാത്രം ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് കസ്റ്റമർക്ക് എന്താണോ വേണ്ടത് ആ രീതിയിലായിരിക്കണം അവൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഡിസൈനിങ് ഒക്കെ. പിന്നെ അതേപോലെ തന്നെ അവിടുത്തെ റെഗുലേറ്ററി ബോഡീസ് ഉണ്ടാവും. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ലീഗൽ മെട്രോളജി, FSSAI, ഇതുപോലുള്ള റെഗുലേറ്ററി ബോഡീസ് ഉണ്ടാവും ഓരോ രാജ്യത്തും, അതായത് നിയമപ്രകാരമുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ടും കൂടി ആയിരിക്കണം, അല്ലെങ്കിൽ പിന്നീട് ബുദ്ധിമുട്ടായിത്തീരും. അപ്പോൾ ഇതെല്ലാം തീരുമാനിക്കേണ്ടത് ഈ ടോപ്പ് മാനേജ്മെൻറ്റാണ്. അപ്പോൾ ആ ലീഡർഷിപ്പിൻ്റെ കമ്മിറ്റ്മെൻറ്റാണ് അതും. പിന്നെ ക്വാളിറ്റി പോളിസി നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ ക്വാളിറ്റി പോളിസി അത് എസ്റ്റാബ്ലിഷ് ചെയ്യണം, ഇംപ്ലിമെൻറ്റ് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം ത്രൂ ഓൾ ലെവൽ ഓഫ് ദ ഓർഗനൈസേഷൻ. അതായത് ഡോർമാൻ ടു ചെയർമാൻ എല്ലാവർക്കും അറിഞ്ഞിരിക്കണം എന്താണ് ഈ നമ്മുടെ ക്വാളിറ്റി പോളിസി എന്ന് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ. ഓക്കെ. പിന്നെ പ്രധാനമായിട്ടുള്ളത് ഓർഗനൈസേഷൻ്റെ റോള്, റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി, ഇത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഓരോ ഫംഗ്ഷനും നമുക്ക് കുറേ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടാവും, കുറേ പ്രോസസ് ഓണേഴ്സ്. അപ്പോൾ അതാണ് ഇതിൽ ജനറൽ യൂസ് ചെയ്യുന്നൊരു ടേം.
അതായത് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ആ ഓരോന്നിൻ്റെയും അപ്പോൾ റോ മെറ്റീരിയൽ വരുന്നതായിരിക്കാം, അതിൻ്റെ ക്ലീനിങ് ആയിരിക്കാം, ഇൻസ്പെക്ഷൻ ആയിരിക്കാം, പ്രോസസ്സ് ആയിരിക്കാം, വെൽഡിങ് ആയിരിക്കാം, സോൾഡറിങ് ആയിരിക്കാം, അല്ലെങ്കിൽ വല്ല ക്രാക്ക് ഡിറ്റക്ഷൻ ആയിരിക്കാം, കാലിബ്രേഷൻ ആയിരിക്കാം, ടെസ്റ്റിംഗ് ആയിരിക്കാം. ഇതങ്ങനെ ഡിഫറെൻറ്റ് പ്രോസസ്സുകളുണ്ട്. ഈ പ്രോസസ്സുകളെല്ലാം കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ആയി മാറുന്നത്, QMS ആയി മാറുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ 9001 എന്ന് പറഞ്ഞാൽ തന്നെ ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റത്തെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ ഓരോ മാനേജറുടെയും അല്ലെങ്കിൽ ഓരോ എക്സിക്യൂട്ടീവിൻ്റെയും ആ ഫംഗ്ഷൻ്റെ, ആ ഇൻഡിവിജ്വലിൻ്റെ അല്ല, ആ ഫംഗ്ഷൻ്റെ, ആ പൊസിഷൻ്റെ, ആ ഡെസിഗ്നേഷൻ്റെ എന്താണ് റോൾസ്, എന്താണ് റെസ്പോൺസിബിലിറ്റി, അവരെന്താണ് ചെയ്യേണ്ടത് ഓർഗനൈസേഷനെ, അവരാർക്ക് റിപ്പോർട്ട് ചെയ്യണം, ആരുടെ കീഴിൽ ആരൊക്കെ ഉണ്ട്, അതാണ് റോൾസ്, അവർ റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം, അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ കസ്റ്റമർ ഫോക്കസ് ആയിരിക്കണം. കസ്റ്റമറെ മുന്നിൽ കണ്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ കസ്റ്റമർ റിക്വയർമെൻറ്റ് കണ്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ റെഗുലേറ്ററി ബോഡീസിൻ്റെ റിക്വയർമെൻറ്റ്സും ആ ചുറ്റുപാടുള്ള സൊസൈറ്റിയുടെ ഒരു വൈഡായിട്ടുള്ള ആ റിക്വയർമെൻറ്റും എല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ അതും ഈ ലീഡർഷിപ്പ് കൃത്യമാണെങ്കിൽ അവർ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടായിരിക്കും അവരവരുടെ ഓർഗനൈസേഷൻ്റെ ലേ ഔട്ടുകളും അതിൻ്റെ ബിൽഡിങ്ങുകളും അതിൻ്റെ മാനേജ്മെൻറ്റ് സിസ്റ്റവും അതിൻ്റെ യൂണിഫോമും വർക്കിംഗ് അവേഴ്സും ഇതെല്ലാം അതിൽ പെട്ടതായി, നമ്മുടെ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ പെട്ടതാണ്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് അതിന് QMS അല്ലെങ്കിൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് വേണ്ടത് ഡോക്യുമെൻ്റ് ചെയ്യണം, അല്ലാതെ വെർബലി പറയുന്നതാണ് വെർബലി പറയുന്നത്. പിന്നെ കമ്മ്യൂണിക്കേറ്റിംഗ് ക്വാളിറ്റി പോളിസി അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാവർക്കും അത് അറിഞ്ഞിരിക്കണം വാട്ട് ഈസ് അവർ ക്വാളിറ്റി പോളിസി എന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ഈ ലീഡർഷിപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് ഓരോ സബ് ക്ലോസസിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വായിക്കുമ്പോഴും 9001 കൂടുതൽ ഡീപ്പായിട്ട് പോകുമ്പോഴും മനസ്സിലാക്കണം. ഓക്കെ, ഇതൊരു ഗൈഡ് ലൈൻസ് മാത്രമാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് അവർ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ ടു എൻകറേജ് അസ്. താങ്ക് യു വെരി മച്ച്.